പോലീസ് അല്ല, അത് പരിശോധന റിപ്പോർട്ട് വന്നെങ്കിലേ പറയാൻ പറ്റും. സംഭവങ്ങൾ അല്ല, അതിൽ കൂടുതൽ തന്നെ പറ്റത്തില്ലല്ലോ. തഹസിൽദാരെന്നുള്ള രീതിയിലുള്ള ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നടന്ന സംഭവങ്ങൾ അതെ ഉള്ളു. നടന്ന സംഭവങ്ങൾ അത്രേ ഉള്ളൂ. വീഴ്ച ഉണ്ടാണെന്ന് പരിശോധിക്കണം. ടെക്നിക്കൽ അതോറിറ്റിയിൽ പരിശോധിക്കണം. തഹസിൽദാരല്ലല്ലോ അത് പരിശോധിക്കുന്നത്. ടെക്നിക്കൽ അതോറിറ്റീസ് ഉണ്ടല്ലോ. വീഴ്ച പറ്റിയിട്ടുണ്ട്. അതോറിറ്റിയാണെങ്കിൽ പിന്നെ അവരെ വരുത്ത്, ഫോറൻസിക്കാണെങ്കിൽ അവരെ വരുത്ത്. പിന്നെ സാറെന്തിനാ ഏരിയപ്പം പറഞ്ഞു കഴിഞ്ഞാൽ എഫ്ഐആർ ഉണ്ടോ? നിങ്ങൾക്ക് ചോദിക്കാലോ, എഫ്ഐആർ ഉണ്ടോ? എഫ്ഐആർ ഉണ്ടോ? എഫ്ഐആർ ഉണ്ടോ? എഫ്ഐആർ ഉണ്ടോ? മനോജ് പ്രതീക്ഷിക്കുന്നു. മനോജ്, ഈ മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ആരാണ് മനോജ്? മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് തഹസിൽദാരാണ്. ഇപ്പോൾ കൃത്യമായൊരു മറുപടി പറയാൻ അദ്ദേഹം ആവുന്നില്ല എന്നുള്ളതാണ്. പ്രാഥമികമായി പരിശോധന നടത്തുന്നുണ്ട്, റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ അദ്ദേഹം കൃത്യമായൊരു മറുപടി പറയുന്നില്ല. അത് തന്നെയാണ് നാട്ടുകാരും ചോദ്യം ചെയ്യുന്നത്, മാധ്യമപ്രവർത്തകരും അത് തന്നെയാണ് ചോദിച്ചത്. ഏതെങ്കിലും തരത്തിലൊരു നടപടി എടുക്കുന്നുണ്ടോ, സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ അദ്ദേഹം കൃത്യമായ ഒരു മറുപടി പറയുന്നില്ല. അത് തന്നെയാണ് നാട്ടുകാരും ചോദ്യം ചെയ്യുന്നത്, മാധ്യമപ്രവർത്തകരും അത് തന്നെയാണ് ചോദിച്ചത്. ഏതെങ്കിലും തരത്തിലൊരു നടപടി എടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എന്നൊരു തഹസിൽദാരാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. തഹസിൽദാരോട് അവിടെ ഉണ്ടായിരുന്ന BJP പ്രവർത്തകരും നാട്ടുകാരും ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്ത് നടപടിയാണ് നിങ്ങൾ ഈ വിഷയത്തിൽ എടുക്കാൻ പോകുന്നത്, കൊലക്കുറ്റത്തിന് കേസെടുക്കണം എന്ന് വളരെ കൃത്യമായി അവർ അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു, ശക്തമായ പ്രതിഷേധങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഉത്തരമുട്ടി നിൽക്കുന്ന തഹസിൽദാരെയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. ഒരു ജീവനാണ് പൊലിഞ്ഞത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു ഉത്തരമില്ല. കാരണം വീഴ്ചകൾ സംഭവിച്ചു കഴിഞ്ഞു, അതെല്ലാവർക്കും ബോധ്യപ്പെട്ടു കഴിഞ്ഞ കാര്യവുമാണ്. എന്തായാലും അതിശക്തമായ പ്രതിഷേധ പരിപാടിയുമായി BJP മുന്നോട്ട് പോവുകയാണ്. അവർ സ്കൂൾ കവാടത്തിനുള്ളിലേക്ക് കയറാൻ നേരത്തെ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ പോലീസ് അവരെ തടഞ്ഞു. പിന്നീട് ഏതാനും ചിലരെ അവർ അകത്ത് പ്രവേശിപ്പിച്ചു. എന്തായാലും പുറത്ത് BJP പ്രവർത്തകർ കൂടെ നിന്ന് പ്രതിഷേധ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയാണ്. കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. കൊലക്ക് കൊടുത്തിട്ട് ഈ ഒരു ഏരിയയിലോട്ട് കടന്നു പോകാൻ പറ്റുന്ന വിദ്യാഭ്യാസ മന്ത്രി ഇന്നേക്കിടെ മിസ്റ്റർ രാജിവെച്ച് പുറത്തു വേണം. നിങ്ങൾക്ക് ഭരിക്കാരെന്ന് വരട്ടെ, രാജിവെച്ച് പുറത്തു വേണം. ഒരു വിദ്യാഭ്യാസ മന്ത്രി വന്നിരിക്കും, നാണം കട എച്ചില് നിന്നെ നടക്കുന്നവനൊക്കെ. വിദ്യാഭ്യാസ മന്ത്രി പോട്ടെ, വിദ്യാഭ്യാസ മേഖലയുടെ ആരെങ്കിലും MLA കോവൂർ കുഞ്ഞുമോൻ ഇത്ര നേരമായി വിദ്യാഭ്യാസ മന്ത്രിക്ക് കടന്നു വരാൻ പറ്റുന്നില്ല, MLAക്ക് കടന്നു വരാൻ പറ്റുന്നില്ല, ഈ ലോകത്ത് ഇത്ര വിദ്യാർത്ഥി സംഘടനകൾ ഈ സംഘടനകൾ ഇവിടെ പ്രതിഷേധിക്കുമ്പോൾ ഭരണപക്ഷത്തുള്ള ഒരാൾ പോലും ഈ ഏരിയയോട് കടന്നു പോകുന്നില്ല. എന്തൊരു നാണം കെട്ട ഏർപ്പാടാണ്, എന്തൊരു നാണം കെട്ട ഭരണമാണ്. തീർച്ചയായും ഈ ഗേറ്റിന് പുറത്ത് നിൽക്കുന്ന പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധിച്ചിട്ടുള്ളത്. അവരൊക്കെ ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളും ഇവിടെ പ്രതിഷേധം ശക്തമാക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്, ABVP പ്രവർത്തകർ ഈ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഈ ഓഫീസിന് മുന്നിൽ അവർ കുത്തിയിരിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമ്മളോടൊപ്പം ABVPയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കൂടെ ചേരുകയാണ്. എന്തായാലും ഇതിനെ തുടർന്നുള്ള പ്രതിഷേധ പരിപാടികൾ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ? അപ്പോൾ തഹസീൽദാർ ഉൾപ്പെടെ പ്രതികരിച്ച് നമ്മൾ കേട്ടായിരുന്നു. അപ്പോൾ ഈ സമരം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുക തന്നെയാണോ തീരുമാനം? നമുക്കറിയാം, ഈ സംഭവം നടന്ന് നിമിഷങ്ങൾക്കകം ശക്തമായ സമരവുമായിട്ട്, ശക്തമായ പ്രതിഷേധമായിട്ട് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ABVP ഇവിടെ എത്തിച്ചേർന്നു. നമുക്കറിയാം, ഇവിടെ കൃത്യമായ ഉദ്യോഗസ്ഥരുടെ CPM നേതൃത്വം കൊടുക്കുന്ന മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയും അവരുടെ കൃത്യവിലോപമാണ് ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിനെന്ന് പറയുന്ന 13 വയസ്സുള്ള കേവലം ഒരു വിദ്യാർത്ഥിയെ, അദ്ദേഹത്തെ ആ
വിദ്യാർത്ഥിയെ കൊന്നുകളഞ്ഞിരിക്കുന്ന ദാരുണമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ, വിദ്യാഭ്യാസ വകുപ്പിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുന്നുണ്ട്. ഈ വിഷയത്തിൽ പ്രതിഷേധിച്ച് ഇതിൽ കുറ്റക്കാരായ മുഴുവൻ പേർക്കുമെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് നാളെ കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നു. കൊല്ലം തേവലക്കരയിൽ 13 വയസ്സുകാരനായ വിദ്യാർത്ഥിയാണ് ഇന്ന് ഷോക്കേറ്റ് മരിച്ചത്. അവിടെ ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി BJP മുന്നോട്ട് പോവുകയാണ്. ABVPയുടെ പ്രതിഷേധം അലയടിക്കുന്നുണ്ട്. നാളെ കൊല്ലം ജില്ലയിൽ ABVP വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. മിഥുൻ എന്ന 13 വയസ്സുകാരന്റെ മരണത്തിൽ കൃത്യമായ അന്വേഷണം നടക്കണം. കുറ്റക്കാർക്ക് എതിരെ കൃത്യമായ നടപടി വേണം. കൊലക്കുറ്റം ചുമത്തി അവരെ ജയിലിലടക്കണം. ഇതാണ് ആവശ്യം. എന്തായാലും നാളെ കൊല്ലം ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് ABVP ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെയാണോ നമ്മുടെ കേരളത്തിലെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രവർത്തിക്കേണ്ടത്? ഈ രീതിയിലാണോ കുട്ടികൾക്ക് സുരക്ഷ ഒരുക്കേണ്ടത്? നിരവധി ചോദ്യങ്ങൾക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ, വിദ്യാഭ്യാസ വകുപ്പ് മറുപടി പറയേണ്ടതുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. രാജീവ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാജീവ്, നാളെ ABVPയുടെ പൊതുവിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒപ്പം ശക്തമായ പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് BJPയുടെ തീരുമാനം. ദൃശ്യങ്ങളിൽ കണ്ടു കാണും, തഹസിൽദാരൊക്കെ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. നിർധന കുടുംബത്തിലെ ഒരു 13 വയസ്സുകാരന് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ പരസ്പരം പഴിചാരി രക്ഷപ്പെടുകയാണ് സ്കൂൾ മാനേജ്മെന്റ്, KSEB. ഒപ്പം ഇതിലൊന്നും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിന് ഉത്തരവാദിത്വവും ഇല്ല. രാജീവ്, കൊല്ലം തേവലക്കരയിലാണ് ഇന്ന് 13 വയസ്സുകാരന് സ്കൂളിൽ നിന്ന് ഷോക്കേറ്റ് മരണം സംഭവിച്ചത്. സ്കൂളിന് സമീപത്ത് ഒരു ഷെഡ്, സൈക്കിൾ ഷെഡാണ്. ആ സൈക്കിൾ ഷെഡിന് യാതൊരു അനുമതിയും കൊടുത്തിട്ടില്ല എന്ന് പഞ്ചായത്ത് വിശദീകരിക്കുന്നുണ്ട്. KSEBക്ക് ഇതേക്കുറിച്ച് അറിയില്ലത്രേ. എന്തായാലും CPM ഭരണത്തിലുള്ള മാനേജ്മെന്റാണ് ഈ സ്കൂളിന്റെ തലപ്പത്ത്. ഇപ്പോൾ തലപ്പത്തുള്ളവരെ ഒന്നും കാണാനില്ല. എന്തായാലും ഈ തലപ്പത്തുള്ളവർക്ക് ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാനും സാധിക്കില്ല. സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ ഈ കുട്ടികൾ രാവിലെ 8:30യോടുകൂടി പന്ത് കളിക്കുകയായിരുന്നു. അതിനിടയിൽ ഒരു കുട്ടിയുടെ ചെരുപ്പ് ഈ ഷെഡിന് മുകളിൽ ഷീറ്റിൽ വീണു. ഇതോടുകൂടി ഈ മിഥുൻ എന്ന 13 വയസ്സുകാരൻ സ്കൂൾ ക്ലാസ് മുറിയിൽ നിന്ന് ദൃശ്യങ്ങളിൽ കാണുന്ന ആ ഒരു ഇടനാഴി വഴി ഇറങ്ങി ഷീറ്റിന് മുകളിലുള്ള ചെരുപ്പെടുക്കാൻ ശ്രമിച്ചതാണ്. ഇതിനിടയിലാണ് ആ കുഞ്ഞിന് ഷോക്ക് ഏൽക്കുന്നത്, അവന് ദാരുണ മരണം സംഭവിക്കുന്നത്. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ നികത്തും ഈ നഷ്ടം? ഇതിനൊക്കെ നമ്മുടെ വകുപ്പുകൾ, നമ്മുടെ മന്ത്രിമാർ ഉത്തരം പറയേണ്ടതാണ്. പക്ഷെ എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ അവരൊക്കെ കൈ കഴുകി കഴിഞ്ഞു. സ്കൂളിന് അനാസ്ഥ സംഭവിച്ചു എന്നൊക്കെയാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. ഞാൻ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്, അന്വേഷണം നടക്കും എന്നൊക്കെയാണ്. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ഉച്ചയ്ക്ക് ശേഷം കേസെടുത്തിട്ടുണ്ട്. ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. രാജീവുണ്ട്. രാജീവ്, ഈ വിഷയത്തിൽ നിന്ന് എങ്ങനെയൊക്കെ തടി തപ്പണം, ഇതാണിപ്പോൾ നമ്മുടെ വകുപ്പ് മന്ത്രിമാരും നമ്മുടെ സർക്കാരും നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ. ഇതിനൊപ്പം തന്നെ KSEBയും സ്കൂൾ മാനേജ്മെന്റും പരസ്പരം പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലുമാണ്. നഷ്ടപ്പെട്ടിരിക്കുന്നത് 13 വയസ്സുകാരനായ ഒരു കുഞ്ഞിന്റെ ജീവനും. തീർച്ചയായും സ്കൂളിന്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗം നിലവിൽ ഇപ്പോൾ സ്കൂളിൽ പരിശോധന നടത്തിയിരുന്നു. അവർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ സ്കൂളിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. ഈ ഷെഡ് നിർമ്മിച്ചത് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ്. ഈ സ്കൂളിന്റെ കെട്ടിടവുമായി എത്ര അകലം പാലിക്കണോ അത്രയും അകലം പാലിക്കാതെയാണ് നിലവിൽ ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് നിലവിൽ നൽകിയിട്ടുണ്ട്. അതായത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന കൂടുതൽ രേഖകൾ പുറത്തേക്ക് വരികയാണ്. ഏതായാലും ജില്ലാ കളക്ടർക്ക് ഇതുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ഏതായാലും പ്രദേശത്ത് ഇപ്പോഴും പ്രതിഷേധം വളരെ ശക്തമായി തന്നെ തുടരുകയാണ്. BJPയുടെയും അതുപോലെ തന്നെ ABVPയുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നു. ഇതിനൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് KSC പ്രവർത്തകരുടെ നേതൃത്വത്തിലും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചിരുന്നു. ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്ത്
നീക്കിയിട്ടുണ്ട്. BJPയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തുടരുകയാണ്. വരും മണിക്കൂറുകളിലും അതിശക്തമായ പ്രതിഷേധങ്ങൾ തന്നെ തുടരും എന്നാണ് നിലവിൽ നേതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെടുന്ന രീതിയിലേക്കുള്ള ദാരുണമായ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. അതും സ്കൂൾ അധികൃതരുടെ അനാസ്ഥ ഒന്നുകൊണ്ട് മാത്രമാണ് ഈ വിഷയം സംഭവിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർ നടത്തിയ പ്രാഥമികമായ പരിശോധനയിൽ ഈ പ്രാഥമിക പരിശോധനയിലാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഈ ഷെഡ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഷെഡ് നിർമ്മിക്കുന്നതിന് അനുമതി നൽകിയിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരിശോധിക്കുമെന്ന് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഏതായാലും CPM നിയന്ത്രണത്തിലുള്ള ഈ സ്കൂളിൽ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ഇത്തരമൊരു ഷെഡ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ നിയോഗിച്ച അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ഇതിന്റെ പ്രാഥമികമായ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനിയും ആ രീതിയിൽ ന്യായീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. വളരെ കൃത്യമായ ഒരു അനാസ്ഥ തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നതാണ് പ്രാഥമികമായി തെളിയുന്നത്. ഇതിനൊപ്പം തന്നെ കൂടുതൽ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നും കണ്ടെത്തിയിരിക്കുന്നു. ഏതായാലും ഇത്തരത്തിലുള്ള ക്രമക്കേടുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഈ രീതിയിൽ ദാരുണമായ സംഭവങ്ങൾ അരങ്ങേറുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായി തന്നെ ഇത്തരം വിഷയങ്ങൾ വളരെ സജീവമായ ചർച്ച ചെയ്യപ്പെട്ടു വരികയായിരുന്നു. എന്നിട്ട് പോലും ഇതൊന്നും പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗമായി ഉദ്യോഗസ്ഥർക്കോ കഴിയുന്നില്ല എന്ന വസ്തുത കൂടിയാണ് നിലനിൽക്കുന്നത്. രാവിലെ രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം പരസ്പരം പഴിചാരുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. KSEBയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പും പരസ്പരം പഴിചാരിക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. KSEBയുടെ അനാസ്ഥയാണ് പ്രശ്നത്തിന് കാരണമെന്ന് സ്കൂൾ അധികൃതരും അതല്ല വിദ്യാഭ്യാസ വകുപ്പിന്റെ വീഴ്ചയാണെന്ന് KSEBയും പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഇതിനിടെയാണ് ജില്ലാ കളക്ടറുടെ നിർണായകമായ റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വരുന്നത്. വേണ്ടത്ര മാനദണ്ഡങ്ങൾ പാലിച്ചില്ല, വേണ്ടത്ര അകലം പാലിച്ചില്ല എന്ന റിപ്പോർട്ട് നിലവിൽ ലഭിക്കുമ്പോൾ ഏതായാലും സ്കൂൾ മാനേജ്മെന്റ് കൂടുതൽ പ്രതിസന്ധിയിലാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും ഈ ദാരുണമായ സംഭവം അതിൽ കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിലവിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ കേസെടുത്തിരുന്നു. ഇതിനൊപ്പം തന്നെ ശാസ്താംകോട്ട പോലീസും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അസ്വാഭാവിക മരണത്തിലാണ് ശാസ്താംകോട്ട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിയോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിനോടും ബാലാവകാശ കമ്മീഷൻ നിലവിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വിശദമായ അന്വേഷണം തന്നെ നടത്തുമെന്നാണ് ബാലാവകാശ കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അല്പസമയത്തിനകം തന്നെ സ്കൂളിലേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ സ്കൂള് സന്ദർശിക്കും. ഇന്ന് 3 മണിക്ക് മുൻപായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് 3 മണിക്ക് മുൻപായി റിപ്പോർട്ട് സമർപ്പിക്കും. ഏകദേശം വൈകുന്നേരത്തോടുകൂടി അദ്ദേഹം കൊല്ലത്ത് എത്തുകയും ചെയ്യും. ഏതായാലും ആ സമയത്തുൾപ്പെടെ വലിയ പ്രതിഷേധങ്ങൾ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹം തന്നെ ആ പ്രദേശത്ത് നിർത്തിയിട്ടുണ്ട്. കാര്യം വീണ്ടും പ്രതിഷേധങ്ങൾ വളരെ ശക്തമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. രാജീവ്, അത് തന്നെയാണ്. എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, എത്തിക്കോട്ടെ. പക്ഷേ ആ പ്രതിഷേധക്കാർ ഈ സമയം വരെ അവിടെയുള്ള നാട്ടുകാർ എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്ന ഒരു വസ്തുതയുണ്ട്. കോവൂർ കുഞ്ഞുമോൻ സ്ഥലം MLA ഈ സ്കൂളിന് വളരെ അടുത്താണ് താമസിക്കുന്നത്. പക്ഷേ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടെ ഭരണപക്ഷത്ത് നിന്ന് ഒരു പ്രതിനിധി പോലും, ജനപ്രതിനിധി പോലും ആരും തന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ആ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. ഇക്കാര്യം തന്നെയാണ് പ്രധാനമായും നാട്ടുകാരും പ്രതിഷേധക്കാരും എല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഒരു പ്രതിഷേധം കണക്കിലെടുത്തിട്ടായിരിക്കണം ഒരുപക്ഷെ വിദ്യാഭ്യാസ മന്ത്രി ഒടുവിൽ കൊല്ലത്തേക്ക് ഈ സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ടാവുക, അല്ലേ രാജീവ്? രവി സൂചിപ്പിച്ചത് വളരെ കൃത്യമായ കാര്യം തന്നെയാണ്. കോവൂർ കുഞ്ഞുമൻ MLA ആണ് അവിടെ സ്ഥലത്തെ പ്രതിനിധീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വീടും ഈ സ്കൂളും തമ്മിൽ ഏകദേശം 440 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അത്രയും ദൂരം മാത്രമാണ് അദ്ദേഹത്തിന്റെ വീടുമായി ഉള്ളത്. എന്നിട്ട് പോലും അദ്ദേഹം അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതിനെതിരെ ഉയരുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇത്തരം വിഷയങ്ങളൊക്കെ നേരത്തെ നാട്ടുകാർ ഉന്നയിച്ചിരുന്നതാണ്. ഈ വൈദ്യുതി ലൈൻ നീക്കം ചെയ്യണം എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ നാട്ടുകാർ ഉന്നയിച്ചതായിരുന്നു. ഇത് നമ്മളോട് തന്നെ പല നാട്ടുകാരും വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ചില ഉദ്യോഗസ്ഥരും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വൈദ്യുതി ലൈൻ മാറ്റാൻ ഉൾപ്പെടെയുള്ള നടപടികൾ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. മാത്രമല്ല ഈ ഷെഡ് നിർമ്മിക്കുമ്പോൾ പോലും ഇക്കാര്യങ്ങൾ പരിശോധിക്കണം എന്നൊരു ആവശ്യം വളരെ ശക്തമായി ഉയർന്നിരുന്നു. അതും പരിഗണിക്കാൻ ഈ സ്കൂൾ അധികൃതർ തയ്യാറായില്ല എന്ന വസ്തുതയാണ് നിലനിൽക്കുന്നത്. ഇതിനൊപ്പം തന്നെയാണ് ഈ സ്ഥലം MLAയുടെ വീടിന് തൊട്ടടുത്താണ് ഈ സ്കൂൾ. എന്നിട്ട് പോലും അദ്ദേഹവും ഈ പ്രശ്നങ്ങളിൽ ഇടപെടുകയോ അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല ഇത്തരമൊരു ദാരുണ സംഭവം ഉണ്ടായിട്ടും അവിടേക്ക് എത്താൻ പോലും അദ്ദേഹം തയ്യാറായില്ല എന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങൾ വളരെ ശക്തമായി തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതായത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ പോലും ഈ വിഷയങ്ങളിലൊന്നും ഇടപെടുന്നില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ ശക്തമായ പ്രതിഷേധങ്ങൾ തന്നെ ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആരാണോ വീഴ്ച വരുത്തിയത് അവർക്കെതിരെ വളരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഈ മാനദണ്ഡങ്ങളൊന്നും സ്വീകരിക്കാതെ ആരാണ് ഇത്തരമൊരു ഷെഡ് അവിടെ നിർമ്മിച്ചത്? കാരണം ചെറിയ കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. ആ കുട്ടികൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ ഷെഡിന് മുകളിലേക്കൊക്കെ കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്ക് തർക്കം
തർക്കമുണ്ടാകില്ല, ഉദ്യോഗസ്ഥർക്ക് പോലും ഇക്കാര്യത്തിൽ തർക്കമുണ്ടാകില്ല. പക്ഷേ ഇവിടെ അത്തരമൊരു ഷെഡ് നിർമ്മിക്കുന്നു, അതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും പഞ്ചായത്ത് ഭരണസമിതി ഉൾപ്പെടെ നൽകുന്നു, അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നു. കൃത്യമായ ഒരു പരിശോധന വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്നില്ല. ആ ഒരു സാഹചര്യം ഒക്കെ നിലനിൽക്കുമ്പോഴും എല്ലാ പിന്തുണയും ഈ സ്കൂളിനെ ലഭിക്കുകയാണ്. അതിന് കാരണം ഈ സ്കൂള് CPM നിയന്ത്രണത്തിലുള്ളത് ആണ് എന്നത് തന്നെയാണ്. പ്രത്യേകിച്ചും ആ രീതിയിലുള്ള പരിഗണന തന്നെയാണ് ഇവിടെ ലഭിച്ചുകൊണ്ടിരുന്നത് എന്ന കാര്യം വളരെ വ്യക്തമാണ്. ഇത് തന്നെയാണ് BJPയും അതുപോലെ തന്നെ കോൺഗ്രസും ഉൾപ്പെടെയുള്ള സംഘടനകൾ ആരോപിക്കുന്നത്. ഇത്തരമൊരു ഗുരുതരമായ വീഴ്ച സംഭവിക്കുമ്പോഴും അതിന് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാതെ പരസ്പരം വിഴുപ്പിലക്കി മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമം നടക്കുന്നു. ഏതായാലും കുറ്റക്കാർ ആരാണോ അവർക്കെതിരെ കർശനമായ നടപടി വേണമെന്ന ആവശ്യം തന്നെയാണ് നിലവിൽ BJPയും അതുപോലെ തന്നെ ABVPയും കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ വളരെ ശക്തമായ പ്രതിഷേധം തന്നെ തുടരുമെന്നും നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇപ്പോഴും പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും പ്രതിഷേധം വളരെ ശക്തമാകാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള സൂചനകൾ തന്നെയാണ് നേതാക്കൾ നൽകുന്നതും. അതുകൊണ്ട് തന്നെ അല്പസമയം മുമ്പ് റോഡ് ഉപരോധിച്ചിരുന്നു. ഇനിയും ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കുറ്റക്കാരായ ആളുകൾക്കെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ കടുത്ത സമര നടപടികളിലേക്ക് നീങ്ങും എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ പ്രതിഷേധക്കാരെ സ്കൂൾ പരിസരത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഗേറ്റും പൂർണ്ണമായും പോലീസ് അടച്ചുപൂട്ടിയിരിക്കുന്നു. ഉള്ളിലേക്ക് പ്രവേശിക്കാത്ത രീതിയിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. ഏതായാലും ഇവിടേക്കാണ് വിദ്യാഭ്യാസ മന്ത്രി അല്പസമയത്തിനകം എത്തുന്നത്. അപ്പോൾ വീണ്ടും പ്രതിഷേധങ്ങൾ ശക്തമാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് വലിയ പരാജയമാണ് എന്ന തരത്തിലുള്ള വിമർശനം നേരത്തെ തന്നെ വളരെ ശക്തമായി ഉയർന്നിരുന്നു. മാത്രമല്ല ഈ സ്കൂൾ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ കൃത്യമായി നടക്കുന്നില്ല എന്ന വിമർശനം ഉയർന്നിരുന്നു. പഞ്ചായത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തണമെന്ന നിർദ്ദേശം പലതവണ മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിലും അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നില്ല എന്ന വിമർശനം വളരെ ശക്തമായി തന്നെ നേരത്തെ മുതൽ ഉയർന്നതാണ്. പക്ഷേ അപ്പോഴൊന്നും യാതൊരു തരത്തിലുള്ള ഇടപെടലുകളും നടത്താൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. അതിന്റെ ഒരു ഇരയായി, അതായത് അനാസ്ഥയുടെ ഒരു ഇരയായി മാറുകയാണ് ഇവിടെ മരിച്ച ആ കുട്ടി. അതെ രാജീവ്, തീർച്ചയായും രാജീവ് തുടരുക. നാളെ ABVP ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ശക്തമായ പ്രതിഷേധവുമായി BJPയും ABVPയും സ്ഥലത്തുണ്ട്. നേരത്തെ തഹസിൽദാരുമായി തർക്കം നടന്നിരുന്നു. അന്വേഷിക്കാമെന്നൊക്കെയാണ് തഹസിൽദാർ പറയുന്നത്. പക്ഷെ നിങ്ങൾ എന്താണ് അന്വേഷിക്കാൻ പോകുന്നത് എന്ന് മറുചോദ്യങ്ങൾ ചോദിച്ച് അദ്ദേഹത്തിന്റെ വായ അടപ്പിക്കുകയായിരുന്നു പ്രതിഷേധക്കാർ.